എൻ്റെ ഡ്രൂപ്പൽ പ്രോജക്റ്റിൻ്റെ ഒരു ഹൈറാർക്കി ഇങ്ങനെയാണ്. അതിൽ ഒന്ന് ഗിറ്റ്ഹബ് ആക്ഷന് വേണ്ടിയുള്ള കോഡുണ്ട്, കോൺഫിഗറേഷൻ മാനേജ്മെൻ്റ് ആയിട്ടുള്ള ആൻസിബിൾ ഉണ്ട്, പിന്നെ എൻജിനെക്സിൻ്റെ കോൺഫിഗറേഷനുള്ള എൻജിനെക്സ് ഉണ്ട്, പിന്നെ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഞാനത് മാറ്റി, ഇതിപ്പം ഇനി ഫ്യൂച്ചറിലേക്കുള്ള അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടുള്ള ഇൻ കേസ് എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫുള്ളി ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എന്താ ലിനക്സ് ബാഷ് സ്ക്രിപ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റൺ ചെയ്യും. ഇതെൻ്റെ വളരെ ഫേവറേറ്റ് ഉള്ള ഒരു ടൂളാണ് ഈ പറഞ്ഞ draw.io. അപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റെ ഐഡിയാസ് മുഴുവൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, ഇനീഷ്യൽ ഐഡിയാസ്, അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിംഗ് സമയത്തും, പിന്നെ അതുപോലെ തന്നെ gathering ideas or suggestions or troubleshooting or to make something clear. ഈ പറഞ്ഞ draw.ioയിലൂടെയാണ് ഞാൻ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആർക്കിടെക്ചറൽ ഡയഗ്രാം എങ്ങനെയാണ്, ഒരു യൂസർ വരുന്നു, യൂസർ എന്ന് പറഞ്ഞാൽ ഒരു വെബ് യൂസറാണ്. അപ്പോൾ നമ്മൾ ബ്രൗസറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വരുന്നു. എൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ aesrix.com ആണ്. അപ്പോൾ aesrix.com റൺ ചെയ്യുന്നതൊരു EC2 മെഷീനിലാണ്, ലിനക്സിൻ്റെ മെഷീൻ. അപ്പോൾ ഇതിൽ നിന്ന് ട്രാഫിക് ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ലെയേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു DNS ആണ്. ഫസ്റ്റ് ഇത് DNS എൻട്രി ഉണ്ട്. അപ്പോൾ DNS റെസൊല്യൂഷൻ നടക്കും. ഞാൻ ഉപയോഗിക്കുന്ന Cloudflare DNS ആണ്. അത് കഴിഞ്ഞ് DNS റെസൊല്യൂഷൻ ചെയ്യുന്നതിന് ശേഷം DNS Cloudflareനകത്ത് ഞാൻ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DNSൻ്റെ Cloudflareൻ്റെ ടണൽ വഴി എൻ്റെ എന്ത് ചെയ്യും, ട്രാഫിക്ക് എൻ്റെ EC2 ഇൻസ്റ്റൻസിലേക്ക് എത്തും. EC2 ഇൻസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, വെബ് ട്രാഫിക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രോസസ്സ് ചെയ്യാനൊരു വെബ് സെർവർ ഉണ്ടാകും. അതായത് ഏതൊരു കാര്യത്തിനും ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ക്ലയൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പോട് സംസാരിക്കുന്ന ഒരു സെർവർ ഉണ്ട്. ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലുക്ക് ഉണ്ട്, ഔട്ട്ലുക്കിനൊരു ബാക്ക് എൻഡ് സെർവർ ഉണ്ട്. FTP ആണെങ്കിൽ ഒരു ഫയൽ മാനേജ്മെൻറ്റ് ഫയൽസില്ല പോലെ ഒരെണ്ണമാണെങ്കിൽ ഫയൽസില്ല ക്ലയൻ്റാണ്, ഒരു FTP സെർവർ ഉണ്ട്. എന്നതുപോലെ തന്നെ ഒരു ബ്രൗസർ ക്ലയൻറ്റും സെർവിങ് ആരാണോ റിക്വസ്റ്റ് തിരിച്ചു തരുന്നവർ ഒരു സെർവറുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് Nginx എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവേഴ്സ് പ്രോക്സി പ്ലസ് വെബ് സർവീസാണ്, വെബ് സെർവറാണ്. അപ്പോൾ ഇത് ഞാൻ ഓടിക്കുന്നത് കണ്ടെയ്നറിനകത്താണ്, എന്താ വെച്ചാൽ ഡോക്കർ കണ്ടെയ്നറിനകത്താണ് ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ ട്രാഫിക് ഇപ്പോൾ ഇവിടെ നിന്നു, അതിനുശേഷം ട്രാഫിക് ഇവിടെ എത്തി. അപ്പോൾ യൂസർ പറയുന്നു എനിക്ക് I want to access aesrix.com. അപ്പോൾ aesrix.com എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് Nginxൽ വന്നു. അപ്പോൾ Nginx പറയുന്നു ഓക്കെ ദിസ് ഈസ് എ വെബ് റിക്വസ്റ്റ്, ഇറ്റ് ഹാസ് എൻ HTTP എൻഡ് പോയിൻറ്റ്. അതുപോലെ തന്നെ അപ്പോൾ Nginxൽ പറയുന്നുണ്ട് നമ്മൾ ഒരു സ്റ്റാറ്റിക് ഫയൽസാണ്, അതായത് ഒരു HTML ഫയലാണെങ്കിൽ അത് നേരിട്ട് Nginx തന്നെ പാസ് ചെയ്തോളും, വേറെ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അത് സ്റ്റാറ്റിക്കാണ്, റെസ്പോൺസ് Nginx തന്നെ കൊടുത്താൽ മതി. പക്ഷേ പിന്നീട് ഞാൻ കേസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇഫ് .php എക്സ്റ്റൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ റീഡയറക്റ്റ് ടു Drupal എന്ന് പറഞ്ഞിട്ടുള്ളൊരു CMS കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട് Nginxൻ്റെ അടുത്ത്. അപ്പോൾ Nginx റൂൾ നോക്കുന്നു, index.php ആണ് ആദ്യം കോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യും, ഈ ട്രാഫിക്കിനെ എന്ത് ചെയ്യും, ബാക്ക് എൻഡിലേക്കുള്ള Drupalലേക്ക് കൊടുക്കും. Drupalലേക്ക് ഈ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നു. അതിനുശേഷം Drupal എന്ത് ചെയ്യുന്നത് വെച്ചാൽ, Drupalൻ്റെ റിക്വസ്റ്റ് ഏതെങ്കിലും ഡേറ്റാബേസ് റിലേറ്റഡ് ആണെങ്കിൽ, ഒരു റീഡോ റൈറ്റോ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പോസ്റ്റ് ഗ്രെസ് ഡേറ്റാബേസിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 3 ലെയർ ആർക്കിടെക്ചർ. ഒന്ന് Nginx ആണ് ഫസ്റ്റ് ലെയറും, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ലെയർ ആയിട്ടുള്ള Drupal ആണ്, മൂന്നാമത് ഡേറ്റാബേസ് ആയിട്ടുള്ള പോസ്റ്റ്ഗ്രെസ് ഓർ MySQL, ഏതെങ്കിലും റിലേഷണൽ ഡേറ്റാബേസ് ഉപയോഗിക്കാം. അപ്പോൾ .php എക്സ്റ്റൻഷൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. എത്തിയതിന് ശേഷം പറയുന്നു അത് Drupalലേക്ക് കൊടുക്കണം. അപ്പോൾ Drupalനൊരു എന്താ പറയുക, ഒരു വർക്ക് ഫ്ലോ ഉണ്ട് Drupal എഞ്ചിന്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എവിടെയാണ് ട്രബിൾ ഷൂട്ട്, എവിടെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ Drupalൻ്റെ സിസ്റ്റം പഠിക്കണം.
അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് ഒരു എൻട്രി പോയിൻ്റാണ്, നമ്മുടെ വീട്ടിലെ വാതിൽ പോലെ തന്നെ. അതിന് നമ്മൾ index.php ആണ് ഫസ്റ്റ് ഫയൽ. ഒരു ചെറിയൊരു ഫയലാണ്. അവിടെ നിന്നാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് index.php ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു എൻജിനെക്സിൽ നിന്ന് index.php ട്രൂപ്പറിലേക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദേ ബോത്ത് ഷെയർ ദ സെയിം വോളിയം. രണ്ടുപേരും ഒരേ വോളിയം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം എൻജിനെക്സിന് മനസ്സിലാവും index.php ഒരു ഫോളോ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ ഓട്ടോ ലോഡിംഗ് ആണ്. മൊഡ്യൂൾ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പോസ് എന്ന് പറഞ്ഞാൽ പാക്കേജ് മാനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്രൂപ്പാലിൻ്റെ ഫംഗ്ഷനാലിറ്റി കൂടുതൽ വലുതാക്കുന്നത്. അതായത് പബ്ലിക്കലി അവൈലബിൾ ഉള്ള ഡൊമൈൻ മൊഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ index.php ഓട്ടോ ലോഡിനെ ഇൻവോക്ക് ചെയ്യും. അതിനുശേഷം വെൻഡർ ഫോൾഡറിൽ പോയതിന് ശേഷം ആ മൊഡ്യൂൾസ് മുഴുവൻ കളക്ട് ചെയ്യും. അതിനുശേഷം പിന്നീട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേർണലിലേക്ക് പോകും. അതായത് കോറാണത്. ഇവിടെയാണ് നമ്മളുടെ settings.php കിടക്കുന്നത്. settings.php. അപ്പോൾ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റാബേസ് കണക്ഷനിലേക്ക് പോകണോ വേണ്ടയോ, ഡേറ്റാബേസ് കണക്ഷൻ്റെ ക്രെഡൻഷ്യൽസ് എവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഇത് DB ആണെന്നുണ്ടെങ്കിൽ DBയിലേക്കുള്ള കണക്ഷൻ, അതുപോലെ തന്നെ ഫയൽ സിസ്റ്റം എവിടെ കിടക്കുന്നു അതൊക്കെ, അതുപോലെ നമുക്ക് എവിടെ ആർക്കൊക്കെ റെസ്ട്രിക്ഷൻ കൊടുക്കാം എന്നുള്ളതൊക്കെ പറയുന്നത് ഈ പറഞ്ഞ settings.php-യിലാണ്. settings.php എന്ന് കോള് സക്സസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് നമ്മുടെ റൗട്ടേഴ്സിലാണ്. അവിടെയാണ് നമ്മുടെ ആക്ച്വൽ റൗട്ടിങ് നടക്കുന്നത്. എങ്ങോട്ട് വിടണം അല്ലെങ്കിൽ ഏത് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ /പോസ്റ്റാണ് വരുന്നതെങ്കിൽ ഒരു ഡേറ്റാബേസിൻ്റെ പോസ്റ്റ് റിക്വസ്റ്റ് ആണ് എന്ന് വെച്ചാൽ അതിനകത്തൊരു കൺട്രോളർ ഉണ്ടാവും. അപ്പോൾ അത് കഴിയും ഓക്കെ നമ്മളുടെ പുതിയൊരു കണ്ടൻറ്റ് വന്നിട്ടുണ്ട്, ആ കണ്ടൻറ്റിന് ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നടക്കുന്നതൊരു റൈറ്റ് എക്സിക്യൂഷനാണ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ക്വയറിയാണ്. അപ്പം ഇതിലൂടെ നമുക്ക് റെസ്പോൺസ് കിട്ടി. ആ റെസ്പോൺസ് DB എന്താണോ തരുന്നത് അതിങ്ങനെ തിരിച്ചു കൊടുത്തു നേരെ എന്ത് ചെയ്യും, യൂസറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് എൻജിനെക്സ് സൈഡാണ്. എൻജിനെക്സിൽ ഈ പറഞ്ഞ പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ 404 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൂപ്പാലിലും 404 വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഏത് സൈഡിലാണ് എറർ വന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലോഗ് നോക്കണം. അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ വർക്ക് ഫ്ലോ മനസ്സിലാക്കണം. ഡേറ്റാബേസിലേക്കുള്ള കണക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. റൗട്ടിംഗ് ആണ് പ്രശ്നമെങ്കിൽ ഏത് റൗട്ടാണ് പ്രശ്നം ആ റൗട്ടിനെ ഫിക്സ് ചെയ്താൽ മതി. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഒരു കമാൻഡ് ലൈൻ ടൂളാണ് ഡ്രഷ്. ഐ മീൻ ഇതിൻ്റെ തന്നെ ഡ്രൂപ്പാലിൻ്റെ ഒരു CLI ആണ് ഡ്രഷ്. അതിൽ കോർ റൗട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ API റൗട്ട്സ് കാണാം. അതുപോലെ തന്നെ ഡ്രഷിൻ്റെ സബ് കമാൻഡ്സ് ഒരുപാടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ ഡ്രഷ് വെച്ച് നമുക്ക് ഡ്രൂപ്പാൽ ഇൻസ്റ്റാൾ ചെയ്യാം ഓട്ടോമാറ്റിക്കലി. മാനുവൽ വെബ് റിലേറ്റഡ് ഇൻസ്റ്റാളേഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഡ്രഷ് വഴി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ സെറ്റപ്പ്. ഇനി എൻ്റെ കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കോഡ് എങ്ങനെ റൈറ്റ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആപ്ലിക്കേഷൻ കോഡും ഡിപ്ലോയ്മെൻറ്റ് കോഡും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ കോഡും രണ്ടായിട്ട് ഇട്ടേക്കുന്നത്. 2 റെപ്പോസിറ്ററിയാണ്. ആ റെപ്പോസിറ്ററിക്കകത്ത് ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ബേസ്ഡുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് എൻജിനെക്സ് എന്ന് പറഞ്ഞാൽ ഗിറ്റ്ലാബിൻ്റെ ആദ്യം തന്നെ ഞാൻ നോക്കുന്നത് വർക്ക് ഫ്ലോ ആണ്. എങ്ങനെയാണ് വർക്ക് ഫ്ലോ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിൽ ആർട്ടിഫാക്റ്റ് ഫസ്റ്റിലത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു പുഷിലാണ് നമുക്ക് ഈ പറഞ്ഞ എക്സിക്യൂഷൻ നടക്കേണ്ടത്. അത് ഏത് ബ്രാഞ്ചിലാണ്, ഈ ബ്രാഞ്ചിലേക്ക് വരുന്ന പുഷിലേക്ക് എന്ത് വരെ ചേഞ്ച് പുഷ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രിഗർ റൺ ചെയ്യണമെന്ന് പറഞ്ഞെടുക്കും ഗിറ്റ്ലാബിൽ. അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ഓൺ പുഷ് എപ്പോൾ റൺ ചെയ്യണമെന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സാധനം വെൻ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ സെക്ഷൻ ജോബ്സ്. അപ്പോൾ ജോബ്സിനെ മുഴുവൻ ഇങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ജോബുണ്ട്. അതിൽ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞത് അത് ആദ്യം എന്ത് റൺ ചെയ്യുന്നത് ഉബുണ്ടു മെഷീനിലാണ്. സ്റ്റെപ്സ് എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം, അപ്പോൾ അവിടെ സീരീസ് ഓഫ് സ്റ്റെപ്പ്, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാവും. ആദ്യം പറഞ്ഞു കൊടുക്കുന്നു റെപ്പോസിറ്ററി ചെക്കൗട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ഈ പറഞ്ഞ റെപ്പോസിറ്ററി ചെക്കൗട്ട് ചെയ്യുക. അതിനുശേഷം പറയുന്നു ഡ്രൂപ്പാൽ റെപ്പോസിറ്ററി ചെക്കൗട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ആപ്ലിക്കേഷൻ കിടക്കുന്ന റെപ്പോസിറ്ററിയാണ് ഡ്രൂപ്പാലിൻ്റെ പ്രോജക്റ്റ്. അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്നു അത് ബ്രാഞ്ചസ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം പിന്നീട് PHP കൺട്രോളർ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം കമ്പോസർ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമ്പോസർ വിത്ത് അത് ഡ്രൂപ്പാലിൻ്റെ കോഡിനകത്ത് വെബ് എന്ന് പറഞ്ഞ ഫോൾഡറിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എൻ്റെ ആക്ച്വൽ കോഡ് കിടക്കുന്നത്.
അതിനകത്താണ് index.php കിടക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് Node.js ഫോർ തീം ഡിപ്പെൻഡൻസീസ്, അതിനകത്ത് കുറേ മൊഡ്യൂൾസ് ഉണ്ട് തീമിന്. പിന്നീട് ഞാൻ ആർട്ടിഫാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടിടത്തും ചെയ്യാം. വേണമെങ്കിൽ ഒരു ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യാം ഈ കോഡെല്ലാം വെച്ച്. അതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നി. പിന്നെ അൺവാണ്ടഡ് ഡേറ്റ ഞാൻ ഒരുപാട് സ്റ്റോർ ചെയ്യേണ്ടി വരും മെഷീനിൽ. അതിൽ നല്ലത് എനിക്കൊരു ആർട്ടിഫാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫാക്റ്റ് സ്റ്റോർ ചെയ്യാൻ ഗിറ്റ്ഹബിൽ സ്ഥലമുണ്ട്. അത് 90 days വാലിഡാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഞാൻ ആർട്ടിഫാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, വെബ് ഫോൾഡറിൻ്റെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു ഈ പറഞ്ഞ ഫോൾഡേഴ്സ് എല്ലാം. അതിനുശേഷം ഈ ആർട്ടിഫാക്റ്റിനെ ഞാൻ ടെമ്പ് ഡയറക്ടറി ഫോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഗിറ്റ്ഹബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ബിൽഡ് സ്റ്റേജ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റിൽ അപ്പോൾ എനിക്ക് 2 ജോലിയുണ്ട്. ഒന്ന് ബിൽഡ് കഴിയുക, രണ്ടാമത് ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ ഡിപ്ലോയ് എന്ന് പറഞ്ഞത് ആഫ്റ്റർ ദി ബിൽഡ് സ്റ്റേജ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫാക്റ്റിനെ ഡൗൺലോഡ് ചെയ്യുക, അൺസിപ്പ് ചെയ്യുക, അതിനെ നമ്മളൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ഈ പറഞ്ഞ റെപ്പോസിറ്ററി ചെക്കൗട്ട് ചെയ്യുന്നു. പിന്നീട് നടക്കുന്നത് ഒരു ആൻസിബിൾ എക്സിക്യൂഷനാണ്. എന്ന് വെച്ചാൽ എൻ്റെ റിമോട്ട് റെപ്പോസിറ്ററിയിലേക്ക് പോയതിന് ശേഷം അവിടെ കുറച്ച് കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട്. ആ കോൺഫിഗറേഷൻസാണ് ആൻസിബിൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഗിറ്റ്ഹബ് എക്സിക്യൂഷൻ ഇവിടെ തീർന്നു. അതിനുശേഷം ആൻസിബിൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ ആൻസിബിൾ എക്സിക്യൂഷനിലെ പ്ലേ ബുക്ക് 3 റോളേ ഉള്ളൂ. ഒന്ന് ഡ്രൂപ്പാലിൻ്റെ അതിനകത്തൊരു ഡോക്കറിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡ്രൂപ്പാലിൻ്റെ അതെനിക്കൊരു പെർമിഷൻ ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഈ നേരത്തെ റൂട്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് WW ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഡോക്കർ ഫയൽ സെറ്റ് ചെയ്തത്. അതിപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ റോൾസിൽ പോയി കഴിഞ്ഞാൽ ഡ്രൂപ്പാൽ ഡോക്കർ കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ബേസ് ഇമേജ് ഡ്രൂപ്പാൽ തന്നെയാണ്, പക്ഷേ ഞാൻ അതിനകത്ത് വർക്കിംഗ് ഡയറക്ടറി മാറ്റുന്നുണ്ട്, ഓണർഷിപ്പ് മാറ്റുന്നുണ്ട്. ഇത്രയും മാറ്റം വരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കസ്റ്റം ഡോക്കർ ബിൽഡ് ചെയ്യുന്നത്, ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ആർട്ടിഫാക്റ്റിലേക്ക് പോകുന്നു. ആർട്ടിഫാക്റ്റ് എന്ന റോളിനകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞ ആർട്ടിഫാക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം. നേരത്തെ ടെംപ് ഡയറക്ടറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത ആർട്ടിഫാക്റ്റിനെ ഞാൻ പിന്നീട് ഹോം ഡയറക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ അതിനെ അൺസിപ്പ് ചെയ്യുന്നു. പിന്നെ അതിന് സർട്ടൻ പെർമിഷൻസും സെറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഡിഫോൾട്ട് ഡയറക്ടറിക്ക് ശരിക്കും 077 ഇല്ല, ശരിക്കും പറഞ്ഞാൽ 5. ഇത് ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസ് ആയിട്ട് ഉണ്ടാക്കിയാണ്. ഞാൻ ടെസ്റ്റ് റിവോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നതാണ് നമ്മുടെ ആക്ച്വൽ ഡ്രൂപ്പാൽ എക്സിക്യൂഷൻ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൂപ്പാൽ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്നത്. settings.php, nginx കോൺഫിഗറേഷൻ, പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ടെംപ്ലേറ്റ് ഫോർ ദി ഡോക്കർ കമ്പോസ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതിൽ ഡ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡ്രൂപ്പാലിനെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡോക്കർ കണ്ടെയ്നർ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡോക്കർ കണ്ടെയ്നറിലേക്ക് കയറിയതിന് ശേഷം ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷൻ വിത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വിത്ത് DB URLs ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രൂപ്പാൽ ഇൻസ്റ്റലേഷൻ നടക്കും. അതിനുശേഷം ക്യാഷ് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം അത് മേക്ക് ഷുവർ ആയി കഴിഞ്ഞാൽ നാലാമത്തേതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലൗഡ് ഫ്ലെയറിൻ്റെ DNS എൻട്രി അപ്ഡേഷനാണ്. അത് ഇതുവരെ ചെയ്തിട്ടില്ല, അതൊരു ഫ്യൂച്ചർ അപ്ഡേറ്റ് ആണ്. ഞാനത് കോഡ് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ APIയിലേക്ക് നമ്മളുടെ DNSൻ്റെ നെയിം അപ്ഡേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് മൂന്നാമത്തെ. അതായത് ഈ 3 റോളും കഴിഞ്ഞതിന് ശേഷം മാത്രം 4ാമത്തെ റോളായിട്ട് ക്ലൗഡ് ഫ്ലെയറിൻ്റെ എക്സിക്യൂഷൻ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവാം. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു വെബ് പ്രോജക്റ്റ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡൊമൈനിൽ ആക്സസിബിൾ ആണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ലേൺ ചെയ്തു. 2 ആഴ്ച കൊണ്ട് പഠിച്ചത് നല്ല രീതിയിൽ പഠിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ ഞാൻ ഏകദേശം 4 ടൂൾ ഇപ്പോൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ 4 nginx, ഡ്രൂപ്പാൽ, ഡോക്കർ, ക്ലൗഡ് ഫ്ലെയർ, എന്താണ് ടെയിൽ സ്കെയിൽ, ആൻസിബിൾ, ഗിറ്റ്ലാബ്, പിന്നെ ടെറാഫോം ഇതിനകത്ത് ഞാൻ കാണിച്ചില്ല എന്നുള്ളത്, ഞാൻ മാനുവൽ ഡിപ്ലോയ് ചെയ്തതാണ്. ടെറാഫോം, nginx, ബാഷ് സ്ക്രിപ്റ്റിംഗ്, ഇപ്പോൾ തന്നെ ഏകദേശം 10 ടെക്നോളജി ഇപ്പോൾ തന്നെ ആയി. ഇനി പൈത്തൺ കൂടെ ഉണ്ട്. പൈത്തൺ ഉപയോഗിച്ചിട്ട് എനിക്കൊരു ഫിൽറ്ററിങ് പാഴ്സിങ് ചെയ്യാനുണ്ട്. പൈത്തണും കൂടെ ആകുമ്പം പൈത്തൺ 11, ഫ്ലാസ്ക് 12, ഗിറ്റ് 13 എണ്ണിക്ക് കേട്ടോ. ഗിറ്റ് 13, പിന്നെ
സ്വാഗർ API ഒരു ഡോക്യുമെൻറ്റേഷൻ ഭാഗമായിട്ട് 14ാമത്തെ ടൂൾ പഠിച്ചു. പിന്നെന്താണ്, പിന്നെ ഉണ്ട്, ഒരുപാടുണ്ട്, ഇനിയും വരാനുണ്ട്. YAML കോൺഫിഗറേഷൻ ലാംഗ്വേജ് പഠിച്ചു. പിന്നെ ഇനിയുണ്ട്. ഇപ്പോൾ ഇത്ര തന്നെ മതിയല്ലോ, ധാരാളമായി. അപ്പോൾ തന്നെ ഒരു ഡെവോപ്സ് എഞ്ചിനീയർ പഠിക്കേണ്ട ടൂളുകളെ കുറിച്ചുള്ള ധാരണയായില്ലേ. സാധാരണ ഡെവലപ്പർ പോലെയല്ല. ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പഠിക്കണം. നെറ്റ്വർക്കിംഗ് 15ആയി. നെറ്റ്വർക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എങ്ങനെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നടക്കുന്നതെന്നുള്ള ഏകദേശം ധാരണ ഉണ്ടാവണം. ഡോക്കറിൻ്റെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ്, ക്ലൗഡ്ഫ്ലെയർ നെറ്റ്വർക്ക് എങ്ങനെയാണ്, അതേപോലെ തന്നെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കിംഗ് ബിറ്റ്വീൻ VPCs എങ്ങനെയാണൊരു എൻ പോയിൻറ്റ് സർവീസ് ക്രിയേറ്റ് ചെയ്യുക ഫോർ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് ക്ലൗഡാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒന്ന് ഡിജിറ്റൽ ഓഷനും രണ്ടാമത് ആമസോണിൻ്റെ RDSഉം ഡേറ്റാബേസ് എടുക്കുക. അതേകൂടെ നമ്മൾ ഡിജിറ്റൽ ഓഷൻ്റെ ഡ്രോപ്ലെറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ 2 ക്ലൗഡ് പ്രൊവൈഡറായി. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എൻ പോയിൻറ്റ് സർവീസ്, VPC എൻ പോയിൻറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള AWSൻ്റെ ഒരു ഫീച്ചറുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല, ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ട്, അതിങ്ങനെ കൊടുക്കണം, അതെങ്ങനെ എന്താ പറയുക ആർക്കിടെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ സൊല്യൂഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിലേക്ക് മാറും. അത് വൺ ഓഫ് ദ ക്ലൗഡാണ്, മറ്റുള്ള ക്ലൗഡ് വേറെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡെവോപ്സ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു റെഫറൻസ് വേണ്ടി എടുത്തു വെച്ചാണ് എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ ഇതുവരെ ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ആക്കി ഇടുന്നുണ്ട്. ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഇതെന്തായിരുന്നാലും ലെങ്തി വീഡിയോ ആണ്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ഫോർ ലേണിംഗ്. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രോഗ്രസ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇന്നത്തെ എൻ്റെ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഡ്രൂപ്പാലിലെ ഈ settings.php ഫയലിലായിരുന്നു. എൻ്റെ ഈ പറഞ്ഞ ഡൊമൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എൻ്റെ ഈ പറഞ്ഞ ഡിഫോൾട്ട് പാത്ത് മുഴുവൻ തെറ്റി. ഇത് ഞാൻ ഫുൾ അബ്സൊല്യൂട്ട് പാത്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ശരിക്കും റിലേറ്റീവ് പാത്ത് മതിയായിരുന്നു. അതിൻ്റെ പേരിൽ ഇപ്പം എനിക്ക് CSS അഗ്രിഗേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ ഫിക്സ് ചെയ്തു. Something is now it's working fine and we are good to go. So I'll see you in the next session with more information and more technologies, and good night.